ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ ക്യാപ്സിക്കവും സവാളയും ക്യാരറ്റും പിന്നെ വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ബട്ടറൊക്കെ അലിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കുക. ഒരു 2-3 സ്പൂൺ മൈദ പിന്നെ നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മൈദ കട്ടി രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിക്കുക. പാലൊക്കെ ഒഴിച്ച് കുറച്ച് വെള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. നല്ല ഇളക്കിയെടുക്കണം. ഇളക്കി കട്ടൊന്നും ഉണ്ടാവരുത്. പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിവാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി കുരുമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ഇട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത മുഴുവനായി ഇട്ട് കൊടുക്കുക. ഇനിയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഉണ്ടാക്കുമ്പോൾ നല്ല മണം വരും. അപ്പോൾ ഇനി നമുക്കൊരു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.